ഇത് ടാക്സി ആണോ? ടാക്സി. സാധാരണ ടാക്സി നമ്മൾ ഇവിടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല. പുതിയ സംരംഭം. ഞാനിപ്പോ ചാർജ് ആണോ? ഇത് ഓട്ടോ ചാർജ് അല്ല. 8 രൂപ കിലോമീറ്റർ. 8 രൂപ കിലോമീറ്റർ 8 രൂപയുള്ളൂ. 1 കിലോമീറ്റർ 8 രൂപയുള്ളൂ. ഓട്ടോക്ക് എത്ര ചാർജ് വരുന്നത്? കിലോമീറ്റർ 35 പറയാൻ പറ്റും. 30 രൂപയ്ക്ക് മുകളിൽ ഇപ്പോൾ ഓട്ടോ ചാർജ് അല്ലേ? ഇത് എങ്ങനെയാണ് ഇത് ടാക്സി ഇത് ആക്കുന്നത്? നമ്മൾ RTO ഓഫീസിൽ അപേക്ഷ കൊടുത്ത് ടെസ്റ്റ് പാസ്സായി. ഇത് എത്ര ടാക്സി തുടങ്ങിയിട്ട്? ഇപ്പോൾ ഒരാഴ്ചയായി. ഇത് ഏത് RTO ഓഫീസിലാണ് രജിസ്റ്റർ ചെയ്തത്? പുല്ലൂർ RTO. ഇത് ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ടാക്സി ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ നമ്മൾ ഇതിനകത്ത് എത്ര കിലോമീറ്റർ കൊണ്ടുപോകും? ദൂരപരിധിയൊന്നുമില്ല. ഇല്ല. അപ്പോൾ രണ്ടുപേരും യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ഒക്കെ വേണമല്ലോ? പാസഞ്ചർ ഹെൽമെറ്റ് ഉണ്ട്. ഹെൽമെറ്റും ഉണ്ട്. കറക്റ്റ് നമ്മുടെ സ്ഥലം എവിടെയാ? അരിപ്പ. കോഴിക്കോട്. ഇതിപ്പോ എന്താണ് ഇങ്ങനെ ഒരു ടാക്സിയിലേക്ക് വരാനുള്ള സാഹചര്യം? എന്താ? നമ്മള് സൊമാറ്റോ സ്വിഗ്ഗിയൊക്കെ ഓടിക്കൊണ്ടിരുന്നത് നേരത്തെ. ഓട്ടം കുറഞ്ഞോണ്ട് പുതിയൊരു സംരംഭം തുടങ്ങി. സ്വന്തമായിട്ട് തോന്നിയാന്നോ ആരെങ്കിലും പറഞ്ഞു തന്നെയാണോ? സ്വന്തമായിട്ട് തോന്നിയതാ. എങ്ങനെയുണ്ട് ഇത്? ടാക്സി ആക്കിയതിനു ശേഷം ഓട്ടം ഒക്കെ കിട്ടുന്നുണ്ടോ? ഓട്ടം കിട്ടുന്നുണ്ട്. ഇത് ശരിക്കും ഇത് നമുക്കൊരു നാട്ടിൻപുറത്തുള്ളവർക്ക് ഒരു പുതിയ അറിവാണ്. പക്ഷെ വേറെ പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും ഇത് 8 രൂപയേ ഉള്ളൂ കിലോമീറ്റർ. സാധാരണപ്പെട്ട ഒരാൾ ഇതുപോലൊക്കെ വന്ന് വഴിയിൽ പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ 8 രൂപ കിലോമീറ്റർ മുടക്കി പോകാൻ പറ്റുമല്ലേ? ഇത് വലിയ നാട്ടുകാർക്ക് കേട്ടോ. ഇത് ശരിക്കും ഒരുപാട് സാധാരണപ്പെട്ട ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സംവിധാനമാണ് ഈ ടാക്സി എന്ന് പറയുന്നത്. ഇപ്പം കോഴിക്കോട് വന്നപ്പോൾ നമ്മൾ കുട്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സംവിധാനം പ്രയോജനപ്പെടുത്തുക. കാര്യം ഓട്ടോറിക്ഷ വിളിച്ച് നമ്മൾ 30-35 രൂപയൊക്കെ 1 കിലോമീറ്റർ കൊടുത്ത് സഞ്ചരിക്കേണ്ട ആളുകൾക്ക് വളരെ നല്ലൊരു സംവിധാനമാണ്. അത് മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ഒക്കെ ഒരു ജീവിതമാർഗമായിട്ട് ഇത് കൂട്ടാൻ സാധിക്കുമല്ലോ. കൂടുതൽ ആളുകൾ ഇനി വരുമായിരിക്കും അല്ലേ? ഈ ഒരു സംവിധാനം ഇത് ഏത് തരത്തിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു സംശയം കൊണ്ടായിരിക്കും ആളുകൾ ചെയ്യാണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ വീഡിയോ ആളുകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും പുതുതായിട്ട് ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ ടൗണിലാണെങ്കിലും അതുപോലെ തന്നെ ഈ ഉൾപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിലും ഒരുപാട് ആളുകൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. പക്ഷേ ഓട്ടോക്കാർക്ക് ഓട്ടം കുറയുമ്പോൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് വരുമായിരിക്കും അല്ലയോ? എന്തായാലും സാധാരണപ്പെട്ട ആളുടെ സൗകര്യം അല്ലയോ? ആളുകൾക്ക് ഇപ്പം ഒന്നാമത് ജോലിയൊക്കെ ഇല്ലാതൊക്കെ ഉള്ള സാഹചര്യങ്ങളാണ് പണ്ടത്. അപ്പോൾ ചെറിയ ഒരു നിരക്കിൽ നമുക്ക് സുഖമായിട്ട് ഹെൽമെറ്റൊക്കെ ധരിച്ചിരുന്ന് പോകാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എനിക്ക് മടത്തറയാണ് പോകേണ്ടത്. മടത്തറ എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന്? ഒരു 5-5.5 കിലോമീറ്റർ. അപ്പോൾ 8 രൂപ ചെന്നാൽ മതിയല്ലോ? അത് കൂടുതലാവത്തില്ല. ഓക്കെ. അപ്പോൾ ഞാനിവിടെ വന്നിറങ്ങിപ്പെട്ടതാണ്. എന്തായാലും ഇദ്ദേഹത്തെ കണ്ടത് കാര്യമായി. മടത്തറ വരെ പോയിട്ട്. അപ്പോൾ ചേട്ടാ വലിയ ഉപകാരം കേട്ടോ. ഓക്കെ. ശരി.